ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. 2025 ജാനുവരി 10, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശിയാണ്. പുത്രത ഏകാദശി എന്നും ഈ ഏകാദശി അറിയപ്പെടുന്നു. ശ്രീ ഗുരുവായൂരിലും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലുമൊക്കെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. നോക്കൂ, എല്ലാ ഏകാദശികളും പ്രധാനപ്പെട്ടതാണ് കേട്ടോ. എന്നാലും ഒന്നുകൂടി പ്രധാനപ്പെട്ടത് ഈ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയപ്പെടുന്നു. അന്ന് അതായത് ജലപാനം പോലും ഇല്ലാതെ വ്രതമെടുക്കുന്നവരുണ്ട്. അതിന് സാധിക്കാത്തവർക്ക് പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ പാലോ കുടിച്ച് അല്ലെങ്കിൽ തുളസി തീർത്ഥം സേവിച്ച് വ്രതം എടുക്കാവുന്നതാണ്. ഭക്ഷണം കഴിക്കാതെ മാത്രം ഇരുന്നതുകൊണ്ട് ഒരിക്കലും ഏകാദശി വ്രതമാകുന്നില്ല. നമ്മൾ ആ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുക, ഭാഗവതം, ഭഗവത്ഗീത എന്നിവ വായിക്കുക, പുരുഷ സൂക്തം വായിക്കുക, ഓം നമോ ഭഗവതേ വാസുദേവ എന്ന മന്ത്രം പറയുക, അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം പറയുക. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അല്ലാതെ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് മാത്രം ഏകാദശി ആകുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഏകാദശി ദിവസം മാത്രമാണോ നമ്മൾ ഭഗവാനോടൊപ്പം കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കേണ്ടത്? ഇതൊക്കെ നമുക്ക് എന്നും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ. എന്നും ഭാഗവതമൊക്കെ വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഭഗവാന്റെ നാമം നാരായണ എന്നുള്ള 4 അക്ഷരം നമുക്ക് എപ്പോൾ വേണോ ജപിക്കാവുന്ന ഒന്നാണല്ലേ. ഏത് അശുദ്ധിയിലും ജപിക്കാവുന്ന ഒരു നാമമാണ് ഭഗവാന്റെ നാരായണ എന്നുള്ളത്. അല്ലെങ്കിൽ കലിസന്ധരണ മന്ത്രം എന്നറിയപ്പെടുന്ന ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ശീലിക്കേണ്ടത്. ഏകാദശി ദിവസം മാത്രം നോക്കിയിരിക്കാതെ എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഇതൊക്കെ വായിക്കാനും പാരായണം ചെയ്യാനും ശ്രമിക്കുക. പിന്നെ വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് പറയുന്നു. അത് രാവിലെയാണ് ജപിക്കേണ്ടതെന്ന് പറയുന്നു. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാ. ഇതാണ് വിഷ്ണു ഗായത്രി എന്നറിയപ്പെടുന്നത്. ഇത് രാവിലെയാണ് ജപിക്കേണ്ടത് കേട്ടോ. അപ്പോൾ വ്രതം എടുക്കാൻ കഴിയാത്തവർക്കും അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നവർക്ക് പോകാം. വീട്ടിലിരുന്ന് ഭഗവത്ഗീത, ഭാഗവതം എന്നിവ പാരായണം ചെയ്യുന്നവർക്ക് ചെയ്യാവുന്നതാണ്. വ്രതം എടുത്തില്ല എന്ന് വെച്ചിട്ട് ഇതൊന്നും ചെയ്യാനായിട്ട് യാതൊരു തടസ്സവുമില്ല. എല്ലാം നമ്മുടെ മനസ്സിൻ്റേതാണല്ലേ. മറ്റൊരാൾ അത് ചെയ്യുന്നു അല്ലെങ്കിൽ വേറൊരാൾ ഇങ്ങനെ ചെയ്യുന്നു, അത് എനിക്കും ചെയ്യണം എന്ന് ചിന്തിക്കാതെ നമുക്ക് എന്ത് വേണോ ഭഗവാന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് അത് വളരെ ഭക്തിയോടുകൂടി നമ്മളത് ഭഗവാന് വേണ്ടി, ഭക്തിയും സന്തോഷത്തോടു കൂടി നമ്മളത് ഭഗവാന് വേണ്ടി ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ആ ഏകാദശി വ്രതമെടുക്കാനും അതിലൂടെ ആ ഭഗവാന്റെ അനുഗ്രഹം നേടാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.